രാമായണത്തിലെ ഏറ്റവും പ്രബലരായ കഥാപാത്രങ്ങളെ പരിശോധിച്ചാൽ അതിലേറ്റവും മുകളിൽ നിൽക്കുന്നവരാണ് രാമായണത്തിലെ പ്രതിനായകൻ തന്നെയായ രാവണനും എതിരാളിയുടെ പകുതി ബലത്തെ കൂടി തന്നിലേക്ക് ആവാഹിക്കുന്നവനായ വാനരരാജാവ് ബാലിയും. എന്നാൽ ഒരു സന്ദർഭത്തിൽ പർവ്വതസമന്മാരായ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി. രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിലാണ് ലങ്കാധിപനായ രാവണനും കിഷ്കിന്ധയുടെ രാജാവായ ബാലിയും തമ്മിലുള്ള സംഘട്ടനവും സമാഗമവും നടക്കുന്നത്. ഇന്ന് ആ കഥാസന്ദർഭത്തെക്കുറിച്ച് പരിശോധിക്കാം. ഈ കഥാസന്ദർഭം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപായി തന്നെ രാവണൻ ഹൈഹേയ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ കാർത്തവീര്യാർജുനനോട് പൊരുതിയിരുന്നു. കാർത്തവീര്യൻ രാവണനെ പരാജയപ്പെടുത്തി തടവിലാക്കുകയും ഒടുവിൽ രാവണന്റെ പിതാമഹനായ പുലസ്ത്യന്റെ നിർദ്ദേശപ്രകാരം വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. എന്തായാലും കാർത്തവീര്യാർജുനൻ മോചിപ്പിച്ച ശേഷം രാവണൻ വീണ്ടും തന്റെ പ്രഭാവം 3 ലോകങ്ങളിലും തെളിയിക്കണമെന്ന് തീരുമാനിച്ചു. കൂടുതൽ ഉത്സാഹവാനായി ലങ്കാധിപൻ അതിനായി 3 ലോകങ്ങളിലും സഞ്ചരിച്ചു. മഹായോദ്ധാക്കൾ വസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ചിലർ രാവണനെ കണ്ട മാത്രയിൽ തന്നെ കീഴടങ്ങി, ചിലർ രാവണനോട് ഏറ്റു പരാജയപ്പെട്ടു. ഇങ്ങനെ തന്റെ അപ്രമാദിത്വം തെളിയിച്ചു മുന്നേറിയ രാവണൻ ഒരു നാൾ കിഷ്കിന്ധ എന്ന രാജ്യത്തെത്തി. വാനരന്മാരുടെ രാജ്യമാണിതെന്നും മഹാപരാക്രമിയായ ബാലി ഇവിടെ വാനര രാജാവായി വാഴുന്നുവെന്നും രാവണൻ മനസ്സിലാക്കി. ഒട്ടും താമസിക്കാതെ രാവണൻ ബാലിയുടെ കൊട്ടാരത്തിലെത്തി. തന്നോടെതിരിടുവാൻ ബാലിയെ രാവണൻ വെല്ലുവിളിച്ചു. രാവണൻ വന്നു കയറിയ സമയത്ത് കൊട്ടാരത്തിൽ ബാലിയുടെ അനുജനായ സുഗ്രീവനും ബാലിയുടെ പത്നി താരയും താരയുടെ പിതാവായ സുഷേനനുമാണ് ഉണ്ടായിരുന്നത്. രാവണന്റെ അട്ടഹാസത്തിന് മറുപടിയായി സുഗ്രീവൻ പറഞ്ഞു, ലങ്കാധിപനായ രാവണന് സ്വാഗതം. ഇവിടെ ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠനായ ബാലി ഉണ്ടായിരുന്നുവെങ്കിൽ സന്തോഷപൂർവ്വം നിന്റെ വെല്ലുവിളി സ്വീകരിക്കുമായിരുന്നു. എന്നാൽ ബാലി ഇപ്പോൾ സന്ധ്യാവന്ദനത്തിനായി പോയിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങി വരും വരെ അങ്ങ് ക്ഷമിക്കുക. തുടർന്ന് വെളുത്ത ശംഖ് കൂട്ടിയിട്ടതുപോലെ അവിടെ അസ്ഥികൾ കൂട്ടിവച്ചിരിക്കുന്ന ഒരു പ്രദേശം സുഗ്രീവൻ രാവണന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ പലരും ബാലിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇന്നവർ ഈ അസ്ഥി കഷ്ണങ്ങളായി ഇവിടെ കിടക്കുന്നു. എന്നാൽ ഇതൊന്നും കണ്ടിട്ടും ദശാനനായ രാവണന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. ബാലിയെ കാണാനാകാത്തതിൽ രാവണൻ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ തുടർന്നു, നീ ഇപ്പോൾ അമരത്വം നൽകുന്ന അമൃത് സേവിച്ചിട്ടാണ് വന്നതെങ്കിൽ പോലും കിഷ്കിന്ധയുടെ അധിപനായ ബാലിയെ നേരിടുന്ന പക്ഷം നിന്റെ അന്ത്യം സുനിശ്ചിതമാണ്. നിനക്കിപ്പോൾ തന്നെ മരിക്കണമെങ്കിൽ നേരെ തെക്ക് ദിശയിലെ സമുദ്രം നോക്കി പോയിക്കൊള്ളൂ. അവിടെ സാക്ഷാൽ അഗ്നിദേവനെ പോലെ ശോഭിച്ചുകൊണ്ട് ഒരു സ്വർണ്ണമലയെപ്പോലെ ബാലി ഇരിക്കുന്നത് കാണാം. ചെന്ന് വെല്ലുവിളിച്ച് നിന്റെ മരണം നീ സ്വീകരിച്ചു കൊള്ളുക. ഇതുകൂടി കേട്ടപ്പോൾ രാവണൻ ക്രോധം കൊണ്ട് ജ്വലിക്കുവാൻ തുടങ്ങി. സുഗ്രീവനെയും മറ്റുള്ളവരെയും അസഭ്യവാക്കുകൾ പറഞ്ഞ ശേഷം ഇപ്പോൾ തന്നെ ബാലിയെ വകവരുത്തുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് രാവണൻ പുഷ്പകത്തിൽ കയറി തെക്ക് ദിശയിലേക്ക് പാഞ്ഞു. കടൽ അടുക്കാറായപ്പോൾ തന്നെ ഭീമാകാരമായി സ്വർണ്ണശോഭയിൽ പർവ്വതമെന്ന പോലെ ജ്വലിക്കുന്ന ഒരു രൂപം കടൽക്കരയിൽ ധ്യാനനിരതനായി ഇരിക്കുന്നത് രാവണൻ കണ്ടു. ഈ രൂപം കണ്ട മാത്രയിൽ രാവണന് ഒരല്പം ആശങ്ക ജനിച്ചുവെങ്കിലും ധീരനായ ലങ്കാധിപൻ പുഷ്പകത്തിൽ നിന്നിറങ്ങി ആ രൂപത്തിന് നേർക്ക് നടന്നു. ധ്യാനത്തിലിരിക്കുന്നുവെങ്കിൽ കൂടിയും തന്റെ സമീപത്തേക്ക് ആരോ വരുന്നുവെന്ന് ഇതിനിടയിൽ തന്നെ തന്റെ അതീന്ദ്രിയ ജ്ഞാനത്താൽ ബാലി മനസ്സിലാക്കിയിരുന്നു. രാവണന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടും മുയലിനെ കണ്ട സിംഹത്തെപ്പോലെയും പാമ്പിനെ കണ്ട ഗരുഡനെ പോലെയും കൃത്യമായ അവസരം ലഭിക്കുന്നതുവരെ ബാലി സ്ഥിതപ്രജ്ഞനായി നിലകൊള്ളുവാൻ തീരുമാനിച്ചു. അനന്തരം ബാലി ഇങ്ങനെ ചിന്തിച്ചു, വന്നിരിക്കുന്നത് രാക്ഷസ രാജാവായ രാവണനാണ്. അവന്റെ ഹൃദയം മലിനവും. ഗരുഡൻ പാമ്പിനെ എന്ന പോലെ അവനെ ഞാൻ ഇന്ന് പിടികൂടുന്നുണ്ട്. ഈ സമയം ബാലിയെ പിടികൂടുവാൻ ഇതാണ് ഏറ്റവും മികച്ച അവസരമെന്ന് കരുതി രാവണൻ ശബ്ദമില്ലാതെ ചുവടുകൾ വയ്ക്കുവാൻ തുടങ്ങി. ഒരൊറ്റ പിടിയിൽ ബാലിയെ തന്റെ കരങ്ങളാൽ ബന്ധിച്ച് ബാലിയെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കുക അല്ലെങ്കിൽ വധിക്കുക എന്നതായിരുന്നു രാവണന്റെ പദ്ധതി. അനന്തരം രാവണൻ ബാലിക്ക് തൊട്ടരികിലായി എത്തി. തന്റെ 20 കരങ്ങളും ഒന്നിച്ചെടുത്ത് ബാലിയെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചത് മാത്രമേ പിന്നീട് രാവണന് വ്യക്തമായുള്ളൂ. അതുവരെ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്ന ബാലി അതിവേഗത്തിൽ തിരിഞ്ഞ് രാവണന്റെ ശിരസിനെ തന്റെ കൈകൾക്കുള്ളിലാക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി തന്നെ രാവണനെയും കൊണ്ട് ബാലി ആകാശത്തേക്ക് കുതിച്ചു. രാവണനെ ബന്ധിതനാക്കി ബാലി കൊണ്ടുപോകുന്നത് കണ്ട രാവണന്റെ സേനാനായകന്മാരും മന്ത്രിമാരും ബാലിക്ക് പിന്നാലെ പോയെങ്കിലും മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന ബാലിയുടെ അരികിലെത്തുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഈ സമയം തന്റെ വാലുകൊണ്ടുകൂടി രാവണനെ ബന്ധിച്ചിരുന്നു ബാലി. രാവണനെ വാലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുവാൻ തുടങ്ങി. ഒപ്പം തന്റെ ബലിഷ്ഠമായ കരങ്ങളാൽ രാവണന്റെ കഴുത്തിനെയും വരിഞ്ഞു മുറുക്കിയിരുന്നു. രാവണൻ തന്റെ കരുത്ത് മുഴുവനായി പുറത്തെടുത്തിട്ടും ബാലിയുടെ കൈകളെ ചലിപ്പിക്കുവാൻ പോലും സാധിച്ചില്ല. ബാലിയുടെ കരുത്തിന്റെ തീവ്രത മനസ്സിലാക്കിയ രാവണൻ അപ്പോഴേക്കും തളർന്നിരുന്നു. എങ്കിലും തന്നെ കൊണ്ടാവും വിധം ആ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ രാവണൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും രാക്ഷസന്മാർ തങ്ങളുടെ രാജാവിനെ വിട്ടുതരുവാൻ വേണ്ടി ബാലിക്ക് മുന്നിൽ വന്ന് ദയനീയമായി രോദനം മുഴക്കുവാൻ തുടങ്ങി. അപ്പോൾ ബാലി വീണ്ടും രാവണന്റെ ശിരസിനെ തന്റെ കൈകൾക്കുള്ളിലാക്കി കുതിച്ചു ചാടി. ബാലിയുടെ ചലനത്തിൽ തന്നെ അവിടെ നിന്നിരുന്ന രാക്ഷസന്മാർ തെറിച്ചു വീണു. പർവ്വതങ്ങൾ പോലും കിഷ്കിന്ധാധിപനായ ബാലി വരുന്നത് കണ്ടാൽ വഴിമാറും. പിന്നെയാണോ മാംസത്തിലും രക്തത്തിലും ജനിച്ചവർ എന്ന് ഈ കാഴ്ചകൾ കണ്ടുനിന്നവർ പറയുവാൻ തുടങ്ങി. തുടർന്ന് ബാലി തന്റെ സന്ധ്യാവന്ദനം പൂർത്തിയാക്കുവാനായി പടിഞ്ഞാറൻ സമുദ്രത്തിലേക്ക് പോയി.
അപ്പോഴും രാവണൻ ബാലിയുടെ കൈകൾക്കുള്ളിൽ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു. പടിഞ്ഞാറൻ സമുദ്രതീരത്തെത്തിയ ബാലി അവിടെ സന്ധ്യാവന്ദനം നടത്തി. അപ്പോഴെങ്കിലും തനിക്ക് ബന്ധനത്തിൽ നിന്നും മോചിതനാകാൻ കഴിയുമെന്ന് രാവണൻ കരുതി. എന്നാൽ ഒരു സമയം കൊണ്ട് തന്നെ 4 ദിശകളിലുമുള്ള സമുദ്രങ്ങളിലെത്തി സന്ധ്യാവന്ദനം നടത്തുന്നതായിരുന്നു ബാലിയുടെ ശീലം. തുടർന്ന് ബാലി ഗരുഡൻ സർപ്പത്തെ കൊത്തിയെടുത്ത് പറക്കുന്ന മാത്രയിൽ രാവണനെയും കൊണ്ട് വടക്ക് ദിശയിലെ സമുദ്രതീരത്തെത്തി സന്ധ്യാവന്ദനം നടത്തി. ഏറ്റവും ഒടുവിലായി തന്റെ കൈകൾക്കുള്ളിൽ പിടയ്ക്കുന്ന രാവണനെയും കൊണ്ട് കിഴക്ക് ദിശയിലേക്ക് പോകാനുറച്ചു. അപ്പോൾ രാവണൻ അവസാന ശ്രമമെന്ന നിലയിൽ തന്റെ കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് ബാലിയുടെ വജ്രം പോലുള്ള ശരീരത്തെ മാന്തി പൊളിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ആ ശ്രമം വിഫലമായിരുന്നു. രാവണൻ എത്ര ശ്രമിച്ചിട്ടും ബാലിയുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. രാവണന്റെ പ്രതിരോധ ശ്രമങ്ങളെ കണ്ടതായി പോലും ഭാവിക്കാതെ ബാലി വീണ്ടും രാവണനെ എടുത്ത് കിഴക്കൻ സമുദ്രതീരത്തെത്തി. അവിടെ നിന്നുകൊണ്ട് അവസാന സന്ധ്യാവന്ദനവും പൂർത്തിയാക്കി. ഈ സമയമായപ്പോഴേക്കും രാവണൻ അത്യധികമായി ക്ഷീണിച്ച് അവശനായിരുന്നു. 3 ലോകങ്ങളെയും കീഴടക്കിയ രാക്ഷസ രാജാവ് ഒരു വാനരന്റെ കൈകൾക്കുള്ളിൽ തന്റെ പ്രാണൻ അല്പാൽപമായി ചോരുന്നത് കണ്ടു. അപ്പോഴേക്കും ബാലി വീണ്ടും ആകാശത്തേക്ക് കുതിച്ച് കിഷ്കിന്ധ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു. ഒടുവിൽ കിഷ്കിന്ധയിലെത്തിയ ബാലി അപ്പോൾ പതുക്കെ തന്റെ കൈകൾ രാവണന്റെ ശിരസിൽ നിന്ന് അയച്ചു. അർദ്ധബോധാവസ്ഥയിൽ താഴെ കിടക്കുന്ന രാവണനോട് ബാലി തന്റെ കനത്ത സ്വരത്തിൽ ചോദിച്ചു, എവിടെ നിന്നാണ് നീ വരുന്നത്? അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന രാവണന് ആ ശബ്ദം ഇടിമിന്നൽ പോലെ അനുഭവപ്പെട്ടു. തന്റെ മിഴികൾ പകുതി തുറന്നുകൊണ്ട് രാവണൻ പറഞ്ഞു, സാക്ഷാൽ ദേവേന്ദ്രന് തുല്യനായ വാനര രാജാവേ, ഞാൻ രാവണനാണ്, രാക്ഷസ രാജാവ്. കിഷ്കിന്ധയിലെത്തി അങ്ങയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനാണ് ഞാൻ വന്നത്. എന്നാൽ വിധിയുടെ വൈരുദ്ധ്യം എന്ന പോലെ ഞാൻ അവിടുത്തെ ബന്ദിയായി തീർന്നു. ഒരു ക്ഷണം പോലും ക്ഷീണിക്കാതെ ഇത്ര ബലത്തിൽ എന്നെ ബന്ധിച്ച് അങ്ങയുടെ കരുത്തിനെ ഞാൻ പ്രണമിക്കുന്നു. വായുദേവനോ സാക്ഷാൽ ഗരുഡനോ മാത്രമേ ഇത്ര കരുത്തോടെ ഇത്ര വേഗതയോടെ ചലിക്കുവാൻ കഴിയുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് രാവണൻ എഴുന്നേറ്റ് നിന്നു. താൻ ഇത്രയും നേരം തന്റെ കരവലയത്തിൽ വരിഞ്ഞു മുറുക്കിയിട്ടും ഉത്സാഹത്തോടെ എഴുന്നേൽക്കുന്ന രാവണനെ കൗതുകത്തോടെ ബാലിയും നോക്കുന്നുണ്ടായിരുന്നു. ബാലി തിരികെ നൽകിയ ശ്വാസഗതിയെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കിയ ശേഷം രാവണൻ അവർ നിന്നിരുന്ന സ്ഥലത്ത് വിറകുകൾ കൂട്ടി അതിലേക്ക് അഗ്നി പകർന്നു. അനന്തരം ബാലിയോടായി പറഞ്ഞു, വാനര രാജാവേ, വാനരന്മാരിലെ ഇന്ദ്രനാണ് നീ. നിന്നെ വെല്ലുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പരാക്രമത്തിന്റെ പ്രതീകമായ അങ്ങ് എന്നേക്കും എന്റെ മിത്രമായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വരൂ, പരസ്പരം നമുക്ക് മിത്രങ്ങളാകാം. രാജ്യം, നഗരം, ഭക്ഷണം, മറ്റു വസ്തുക്കൾ എന്നിവ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. കിഷ്കിന്ധയും ലങ്കയും ഇനി എല്ലാ സുഖഭോഗങ്ങളും ഒന്നിച്ചു പങ്കിടട്ടെ. രാവണന്റെ അപേക്ഷ ബാലിക്ക് സ്വീകാര്യമായിരുന്നു. പരസ്പരം ഹസ്തദാനം നൽകിക്കൊണ്ട് എന്നും മിത്രങ്ങളായിരിക്കുമെന്ന് ബാലിയും രാവണനും അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്തു. അനന്തരം ഇരുവരും 2 സിംഹങ്ങൾ ഒന്നിച്ചു നടക്കുന്ന പ്രതീതിയിൽ കിഷ്കിന്ധയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് 1 മാസക്കാലം ബാലിയുടെ ഉപചാരങ്ങൾ സ്വീകരിച്ച് കിഷ്കിന്ധയിൽ വസിച്ച ശേഷം രാവണൻ ലങ്കയിലേക്ക് മടങ്ങി.